ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു അഡീനിയം ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് വർഷമായതാണ് വാങ്ങിയിട്ട്. ഇത് എത്ര വർഷമായെന്ന് ചോദിച്ചാൽ 2 വർഷത്തിൽ കൂടുതലായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ വാങ്ങിയ എല്ലാ ചെടികളിലും പൂവായിട്ടുണ്ട്. ഞാൻ 5 ചെടികൾ ഒന്നിച്ച് ഓൺലൈനായിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ചെടി മാത്രം എന്താ ഇങ്ങനെയെന്നറിയില്ല. ഇതിൻ്റെ കോഡക്സൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഒരു വർഷമായിട്ട് ഇതിൽ പൂക്കളാകാതിരുന്നപ്പോൾ ഞാനൊന്ന് പ്രൂൺ ചെയ്തിരുന്നു. പ്രൂൺ ചെയ്ത് വരുന്നതും പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മൊക്കെയാണ് വരുന്നത്. പക്ഷേ ഓരോ ഇല വരുമ്പോഴും ഞാൻ നോക്കാറുണ്ട് മുട്ടായിരിക്കുമോ എന്ന്. സിംഗിൾ പെറ്റലിൻ്റെ ഒരു നല്ല വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഇതിൽ ഇതുവരെയായിട്ട് എനിക്ക് പൂ പിടിച്ചിട്ടില്ല. എന്തോ കാര്യമെന്നറിയില്ല. സാധാ ഒരു അഡീനിയം ആണെങ്കിൽ പോലും അതിൽ പൂക്കൾ വരേണ്ടതല്ലേ. ഇത് എന്താ ഏത് വെറൈറ്റി ആണെന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് ശേഷവും ഞാൻ അഡീനിയം ചെടികൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്തിടെ വാങ്ങിയിട്ടുണ്ട്. അതിൽ പൂക്കളൊന്നും ആയില്ല. കുഞ്ഞു ചെടികളാണ് വാങ്ങിയത്. ഇത് കാരണം ഞാൻ കെമിക്കലിലൊന്നും ഉപയോഗിക്കാത്ത കെമിക്കൽ ഫെർട്ടിലൈസർ വരെ വാങ്ങിച്ചിട്ടുണ്ട്. NPK, DAP എല്ലാം വാങ്ങി ഉപയോഗിച്ച് നോക്കി. എന്നിട്ടും ഇതിൽ ഇതുവരെയും പൂക്കളായിട്ടില്ല. നോക്കിക്കേ, ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ വലിപ്പവും അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മുടെ നേരത്തെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അഡീനിയാണ്. അതിൻ്റെ കോഡക്സും വലിപ്പമുണ്ട്. ഗ്രാഫ്റ്റിംഗ് പാർട്ടിന് മുകളിലുള്ള ഭാഗവും ഇത്രയൊന്നും തടി നല്ല ഇത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ വളർന്നു പോവുകയാണ്. അതിലൊരു പൂവ് പോലും വരുന്നില്ല. ഞാനിത് 2-3 പ്രാവശ്യം ഉപയോഗിച്ചു ഈ NPK വാങ്ങിയിട്ട്. NPKയുടെ കൂടെ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ചെറിയൊരു ഫെർട്ടിലൈസറും കൂടെ ഈ കടക്കാരൻ നിർബന്ധിച്ച് എനിക്ക് തന്നതാണ്. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമുള്ളതല്ലായിരുന്നു. അപ്പം ഈ പൂച്ചെടികൾക്ക് ഉപയോഗിക്കാനാണെന്ന് വിചാരിച്ച് ഈ ഒരു മെയിൻ കാരണത്തിലാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ. ഇതിനൊന്ന് പ്രയോഗിച്ച് നോക്കാം, എപ്പോഴെങ്കിലും ഇതിൽ പൂക്കളാകുമല്ലോ എന്ന് കരുതി. പക്ഷേ 2-3 തവണ ഇത് സ്പ്രേ ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും ഒരു ഫലവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമേ. ഞാൻ ഇനി വിചാരിക്കുന്ന ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മുകളിൽ ഒരു ഗ്രാഫ്റ്റിങ്ങും കൂടെ ചെയ്യാം. എൻ്റെ ബാക്കി ഏതെങ്കിലും 2 വെറൈറ്റി അതിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു വെറൈറ്റി അത് തന്നെ നിലനിർത്താം. അങ്ങനെ 3 സ്റ്റെമ്മ് ഉണ്ട്. അപ്പം ഇതുപോലെ കുറച്ച് സീഡ്ലിങ്സും ഉണ്ട്. അത് നട്ട് അതിലും ഗ്രാഫ്റ്റിംഗ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിനും ഗ്രാഫ്റ്റിംഗ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂക്കൾ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. നല്ല വെറൈറ്റി പൂക്കൾ വല്ലതും ആയിരുന്നെങ്കിൽ അത് നമുക്ക് സേവ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനും കൂടെ ഇത് സ്പ്രേ ചെയ്യുകയാണ്. അപ്പം NPKയും ഉണ്ട്, പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുകയാണ്. റിസൾട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.